നമ്മൾ ദുനിയാവിനോട് വിട പറഞ്ഞ് മണ്ണിലേക്ക് മടങ്ങേണ്ടവരാണ്. ഒരിക്കൽ രണ്ടാളുകൾ ഒരു സ്ഥലത്ത് വെച്ച് തർക്കത്തിലേർപ്പെട്ടല്ലോ. രണ്ടുപേരും വല്ലാത്ത തർക്കത്തിലാണ്. അപ്പോഴല്ലേ ആ സ്ഥലത്തുണ്ടായിരുന്ന ഒരു മതിലിൽ ഒരു മൺകട്ടയെ സംസാരിപ്പിക്കാൻ അല്ലാഹു അവസരം കൊടുക്കുകയാണ്. ആ മൺകട്ടയ്ക്ക് സംസാരിക്കാനുള്ള അവസരം അല്ലാഹു കൊടുക്കുകയാണ്. ആ സമയത്താണ് ആ മൺകട്ട ഈ രണ്ട് വ്യക്തികളോട് ചോദിക്കുകയാണ്, ഫീമ തുനാസിയാ വഫീമ തഖ്തസിമാൽ, എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും തർക്കിക്കുന്നത്? ഏത് പേരിലാണ്, എന്തിന്റെ പേരിലാണ് നിങ്ങൾ രണ്ടുപേരും തർക്കിക്കുന്നത്? ഇന്നി കുന്തു മലികം മിനൽ മുലൂക്ക്, ഞാൻ ആരാണെന്നറിയോ? ഞാൻ എത്രയോ വർഷം ഈ നാട് ഭരിച്ച രാജാവാണല്ലോ. എത്രയോ വർഷം ഞാൻ നാട് ഭരിച്ച രാജാവാണെന്ന് മൺകട്ടയെ കൊണ്ടല്ലാഹു സംസാരിപ്പിക്കുകയാണ്. പിന്നെയാണ് ഞാൻ മരിച്ചുപോയത്. പിന്നെ ഞാൻ മരിച്ച് ഈ മണ്ണിനോട് ചേർന്നു പോയല്ലോ. 1000 വർഷം ഞാൻ അങ്ങനെ തന്നെ ഈ മണ്ണിൽ കിടന്നല്ലോ. പിന്നീടല്ലേ ഒരു മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യൻ എന്നെ എടുത്തിട്ട് ആ മനുഷ്യനൊരു മൺപാത്രമായി എന്നെ ഉപയോഗിച്ചല്ലോ. എന്നിട്ട് ആ മണ്ണായി തീർന്ന് ഞാൻ 1000 വർഷം അങ്ങനെ തന്നെ കഴിയുകയാണ്. പിന്നീട് മറ്റൊരാൾ എന്നെ എടുക്കുകയാണ്. മണ്ണ് പാത്രമായി എന്നെ വേറൊരാൾ എടുത്തിട്ട് സഹോദരങ്ങളെ ആ മൺകട്ട ഈ വ്യക്തികളോട് സംസാരിക്കുകയാണ്. എന്നെ അതാ ഒരു ഇഷ്ടികയാക്കിയല്ലോ. ആ ഇഷ്ടികയാക്കി എന്നെ വീണ്ടും ആ ഇഷ്ടികയായി നിർമ്മിച്ചിട്ട് ഈ മതിലിൽ എന്നെ ഇഷ്ടിക പോലെ വെച്ചിരിക്കുകയാണല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ കിടന്ന് വാദിക്കുന്നത്? എന്തിന്റെ പേരിലാ നിങ്ങൾ രണ്ടുപേരും തർക്കിക്കുന്നത്? വെറും മണ്ണായി തീരാനുള്ളവരല്ലേ. ദുനിയാവിന്റെ സമ്പത്തിന്റെ പേരിൽ നിങ്ങൾ എന്തിനാ കടിപിടി കൂടുന്നത്? ദുനിയാവിന് വേണ്ടി നിങ്ങൾ എന്തിനാ കലഹിക്കുന്നത്? നമ്മൾ മണ്ണാകാനുള്ളവരല്ലേ. ആ മൺകട്ടയാണ് സംസാരിക്കുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ മടക്കം മണ്ണിലേക്കാണെന്ന ബോധം വേണം. അല്ലാഹു നമുക്ക് ചിന്തിക്കാനുള്ള ഭാഗ്യം തരട്ടെ.